കഥയെ ആരംഭിക്കുന്നത് ബിഹൈൻഡ് ദ ക്രൈം എന്ന പേരുള്ള ഒരു TV പ്രോഗ്രാമിന്റെ ഷൂട്ടിങ്ങിൽ നിന്നുമാണ്. ഉദയഭാനു എന്ന മുൻ DYSP തന്റെ അനുഭവങ്ങൾ വിശദീകരിക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അത്. അന്നത്തെ എപ്പിസോഡ് ഷൂട്ടിങ്ങിന് മുമ്പ് പ്രോഗ്രാം പ്രൊഡ്യൂസർ ഉദയഭാനുവിനോട് ഒരു റിക്വസ്റ്റ് നടത്തി ചെപ്പനന്തോട്ട കേസിനെപ്പറ്റി സംസാരിക്കാമോ എന്നായിരുന്നു അത്. അത് കേട്ടതും ഉദയഭാനു ഒന്ന് അസ്വസ്ഥനാകുന്നുണ്ട്. ആ കേസിന്റെ പേരിൽ ഉദയഭാനുവിന് ചെറിയ ഗ്രേ ഷെയ്ഡൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ളതായിരുന്നു. നിലവിൽ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ടുള്ള ഉദയഭാനു ഒരാലോചനയ്ക്ക് ശേഷം കേസിനെപ്പറ്റി സംസാരിക്കാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷനും വെച്ചു. എപ്പിസോഡ് എയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എപ്പിസോഡ് കാണിക്കണം. പ്രോഗ്രാം പ്രൊഡ്യൂസറിനും അത് സമ്മതമായിരുന്നു. വൈകാതെ ഷൂട്ടിംഗ് ആരംഭിച്ചു. കേസിനെപ്പറ്റി ഉദയഭാനു സംസാരിച്ചു തുടങ്ങി. നമസ്കാരം, ഞാൻ ഉദയഭാനു. കേരള പോലീസിൽ DYSP ആയി വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത വ്യക്തിയാണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരേ പോലീസ് സ്റ്റേഷനിൽ 2 റാങ്കുകളിൽ ഉണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥയാണ്. കഥയല്ല, ഞാനും കൂടി ഉൾപ്പെട്ടിരുന്ന ഒരു കേസ് ഫയൽ. വർഷം 2019 ചെപ്പനംതോട്ട സ്റ്റേഷനിലേക്ക് SI കാർത്തിക് വാസുദേവൻ ട്രാൻസ്ഫറായി എത്തുന്നത്. അതേ സ്റ്റേഷനിലെ SHO CI പദവിയിലുള്ള വ്യക്തിയായിരുന്നു ജയശങ്കർ. 1.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ കാർത്തിക് സർവീസിൽ കയറിയിട്ട്. പക്ഷേ ഇതിപ്പോ 5ാമത്തെ ട്രാൻസ്ഫർ ആണ്, അതും ജയശങ്കറിന്റെ അടുത്തേക്ക്. ജയശങ്കർ ആളൊട്ടും മോശമല്ല, കാർക്കശ്യക്കാരനായ ഈഗോയിസ്റ്റിക്കായ ഒരു പോലീസ് ഓഫീസറാണ്. അതുപോലെ തന്നെയായിരുന്നു കാർത്തികും. സുപ്പീരിയേഴ്സിനോട് പോലും ഒരു ഭവ്യതയോടെ നിന്ന് പെരുമാറാൻ കാർത്തികിന് അറിയില്ലായിരുന്നു. നേർക്കുനേരെ സംസാരിക്കും. ആരെങ്കിലും തന്റെ മേൽ വലിയ തോതിൽ അധികാരത്തിനപ്പുറമുള്ള അധികാരം കാണിച്ചാൽ കാർത്തികിന് അത് ഇഷ്ടപ്പെടാറുണ്ടായിരുന്നില്ല. കാർത്തിക് ചുട്ട മറുപടി പറയും. അതുകൊണ്ട് തന്നെയായിരുന്നു നിസ്സാരമായ 1.5 കൊല്ലത്തെ സർവീസിനുള്ളിൽ 5 ട്രാൻസ്ഫർ കാർത്തികിന് എതിരിടേണ്ടി വന്നത്. CI ജയശങ്കറെ പറ്റി കാർത്തികിനെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വാൺ ചെയ്തെങ്കിലും കാർത്തിക് CI ജയശങ്കറോടും തന്റെ അതേ രീതിയിൽ തന്നെ പെരുമാറി. ജയശങ്കറിന് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഇവിടുണ്ടല്ലോ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ജയശങ്കർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തു തന്നെയായാലും CI ജയശങ്കറെ കണ്ട് കാർത്തിക സ്റ്റേഷനിൽ SI ആയി ചാർജ് എടുക്കുന്നു. CI ജയശങ്കറിനോട് താല്പര്യവും അതേസമയം തന്നെ വൈരാഗ്യവുമുള്ള ഒരു സംഘം പോലീസുകാർ ആ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൽ CI ജയശങ്കറിനോട് അല്പം വിദ്വേഷമുള്ള ഒരു വ്യക്തിയാണ് അവിടുത്തെ CPO, അതായത് സിവിൽ പോലീസ് ഓഫീസറായ രഘു. 2 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവമാണ്. റോസ് എന്ന പേരുള്ള ഒരു നടി മർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യുന്ന തന്റെ ഭർത്താവ് മദ്യപിച്ച് ഉപദ്രവിക്കുന്നതിനെ പറ്റി കേസ് കൊടുക്കാൻ സ്റ്റേഷനിൽ പോയിരുന്നു. CPO രഘുവായിരുന്നു അന്ന് കേസ് അറ്റൻഡ് ചെയ്തത്. ആ കേസ് ഇപ്പോ അതിന്റെ പിന്നാലെ നടന്ന് തൂങ്ങി രഘു ഒടുവിൽ റോസിന് തന്നെ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അന്ന് റോസിന്റെ ഭർത്താവില്ലാത്തൊരു സമയത്ത് റോസിന് മേലുള്ള താല്പര്യം കാരണം റോസിന്റെ മേൽ കണ്ണുവെച്ച് രഘു റോസിന്റെ വീട്ടിലെത്തി. പക്ഷേ റോസ് അതിനു മുമ്പേ തന്നെ ഈ വിവരങ്ങൾ CI ജയശങ്കറിന് റിപ്പോർട്ട് ചെയ്തിരുന്നു. CIയും സംഘവും റോസിന്റെ വീട്ടിൽ ഒളിച്ചിരുന്ന് രഘുവിന്റെ ഈ പെരുമാറ്റത്തെയും പരാതി ചെയ്യാൻ വന്ന പെണ്ണിനെ മിസ്യൂസ് ചെയ്യുന്ന രഘുവിന്റെ മോശം പ്രവൃത്തിയെയും കൈയോടെ പിടികൂടി. രഘു അന്ന് ജയശങ്കറിനോട് വെറുതെ വിടാൻ നിരന്നുപോലും നോക്കിയെങ്കിലും ജയശങ്കർ സമ്മതിച്ചില്ല. രഘുവിന് അത് വലിയ അപമാനമായി തന്നെ മാറി. 6 മാസത്തെ സസ്പെൻഷൻ രഘുവിന് കിട്ടി. വീണ്ടും രഘു ജോയിൻ ചെയ്തു. ഉള്ളിൽ CI ജയശങ്കറോടുള്ള വ്യക്തിവിദ്വേഷം രഘുവിന് നന്നായിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അതേ സമയത്താണ് മറ്റൊരു സംഭവം കൂടി CI ജയശങ്കറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. CI ജയശങ്കറിന്റെ ഭാര്യ സുനിത സ്കൂൾ അധ്യാപികയായിരുന്നു. സ്കൂളിലേക്ക് എത്തിയ സുനിതയെ ഒരു ഗുണ്ട സ്കൂളിൽ കയറി വെട്ടിയതൊരു ഗുണ്ടയായിരുന്നു, ഇറമ്പിൽ ജോഷി. ആളുമാറി വെട്ടിയതാണ് എന്നായിരുന്നു ജോഷിയുടെ സ്റ്റേറ്റ്മെന്റ്. ജോഷി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലുമായി. പിന്നീട് 2 കൊല്ലക്കാല സമയമെടുത്തു. സുനിത ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് നടന്നു തുടങ്ങുവാൻ തന്നെ. നമുക്ക് പ്രധാന കേസിലേക്ക് തന്നെ തിരികെ വരാം. കാർത്തിക് ചെപ്പനംതോട്ട സ്റ്റേഷനിൽ ജോയിൻ ചെയ്ത് ഏകദേശം 3 മാസം കഴിഞ്ഞ സമയം മനുദാസ് എന്നൊരു വ്യക്തിയെ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നു. മനുദാസ് കാർത്തികിന്റെ പരിചയക്കാരനായിരുന്നു. പണ്ട് സ്കൂളിൽ അവർ ഒന്നിച്ചു പഠിച്ചിട്ടുണ്ട്. കാർത്തിക് മനുദാസ് ആവശ്യപ്പെട്ടപ്പോ മനുദാസിനെ കണ്ടു. വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്ന സാറേ എന്ന് ASI വേണു കാർത്തികിനോട് പറയുന്നുമുണ്ട്. പക്ഷേ മനുദാസ് ആ ആരോപണങ്ങൾ അപ്പാടെ തള്ളി. തന്നെ കൊലപ്പെടുത്താനെന്ന പോലെ ആക്രമിച്ചപ്പോ താൻ പ്രതിരോധിക്കുക മാത്രമേ ചെയ്തുള്ളൂവെന്നും അതിനിടയിൽ അവൻ താഴെ വീണ് പള്ളക്ക് ഗ്ലാസ് തന്നെ കേറിയതാണെന്നും മനുദാസ് വാദിച്ചു. വ്യാഴാഴ്ച തന്റെ കല്യാണമാണെന്നും പ്രണയവിവാഹമാണെന്നും പെൺവീട്ടുകാരുടെ പാതി സമ്മതത്തില കല്യാണം നടക്കാൻ പോകുന്നേ, ഇതെന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാ സാറേ എന്നും മനുദാസ് പറയുന്നുണ്ടായിരുന്നു. പിന്നാലെ കാർത്തിക് മനുദാസിനോട് തനിച്ച് സംസാരിച്ചു. മനുദാസിന്റെ പറച്ചിലിൽ വിനായകൻ എന്ന് പറയുന്ന ഒരു കേബിൾ ഓപ്പറേറ്റർ ഉണ്ട്. മനുദാസ് പണ്ട് തൊട്ടേ ആ ഏരിയയിൽ കേബിൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. വിനായകൻ ഇടുക്കി ഭാഗത്തു നിന്ന് എവിടുന്നോ വന്ന് അവിടെ പുതുതായി കേബിൾ ശൃംഖല ആരംഭിച്ചതായിരുന്നു. വിനായകനേക്കാൾ കൂടുതൽ കണക്ഷൻ മനുദാസിനുണ്ടായിരുന്നു. ആദ്യം തൊട്ടേ വിനായകൻ മനുദാസിനെ കുറെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണ്. മനുദാസ് ഒഴിവായി നിന്നു. പിന്നീട് വിനായകന്റെ ആളുകൾ മനുദാസിന്റെ കേബിളുകൾ മുറിച്ചിടാൻ തുടങ്ങി. അത്
ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. മനുദാസിന്റെ പറച്ചിലും നിസ്സഹായാവസ്ഥയും ഒക്കെ കണ്ട കാർത്തിക് സ്റ്റേഷൻ ജാമ്യത്തിൽ മനുദാസിനെ പറഞ്ഞയക്കുകയാണ്. ഈ സമയമായിരുന്നു ജയിലിൽ കിടക്കുന്ന ജോഷിയുടെ ഭാര്യ രമ്യ സ്റ്റേഷൻ വരെ പോവാൻ വേണ്ടി തന്റെ മകളെ അയൽക്കാരിയുടെ അടുത്താക്കി പുറപ്പെടുന്നത്. കുറച്ചു കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് CI എത്തി. ജയശങ്കർ എത്തുമ്പോ അവിടെ ASI ആയി റിട്ടയർ ചെയ്ത വർഗീസ് CPU രഘുവിനോട് കുറച്ചു കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. വർഗീസിനോട് കുശലം പറഞ്ഞ് ജയശങ്കർ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി. പിന്നാലെ ASI വേണുവിനെ വിളിച്ച് മനുദാസിനെ കൊണ്ടുവരാൻ പറഞ്ഞു. DYSP വിളിച്ച് പ്രത്യേകം പറഞ്ഞ കേസായിരുന്നു അത്. ASI വേണുവിൽ നിന്നും കാർത്തിക് മനുദാസിനെ പറഞ്ഞയച്ചു എന്ന് ജയശങ്കർ അറിയുകയാണ്. ജയശങ്കറിനെ അതുവല്ലാതെ ക്ഷുഭിതനാക്കിയിരുന്നു. SHO ആയ തന്നോട് ചോദിക്കാതെ SI കാർത്തിക് അങ്ങനൊരു തീരുമാനമെടുത്തത് വലിയ തോതിൽ ജയശങ്കർ ചൊടിപ്പിച്ചു. അതിന്റെ പേരിൽ കാർത്തികിനോട് ജയശങ്കർ തർക്കിച്ചു കയറി. ഉള്ള കാർത്തികിനും ജയശങ്കറിന്റെ ആ സംസാരം കേട്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു. മനുദാസിനെ താൻ ചോദ്യം ചെയ്തതാണെന്നും കേസ് ഫ്രെയിം ചെയ്തതാണ് എന്നൊക്കെ കാർത്തിക് പറഞ്ഞു. മനുദാസ് കുത്തിയോൻ ICUലാണെന്നും അവൻ തട്ടിപ്പോയ എന്താകുമെന്നൊക്കെ ചോദിച്ച് ജയശങ്കർ കത്തിക്കയറി. ജയശങ്കറിന്റെ സംസാരത്തിലെ ബഹുമാനമില്ലായ്മയും മറ്റും കാർത്തികിന്റെ ഈഗോയെയും ആളിക്കത്തിച്ചു. കാർത്തികും തിരിച്ചു പറഞ്ഞു. സ്റ്റേഷനിൽ വെച്ച് ഒരു സീൻ തന്നെ ഉണ്ടായി. പിന്നാലെ ജയശങ്കർ ദേഷ്യത്തിൽ നീ ഇവിടെ തന്നെ നിൽക്ക്, നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ശേഷം തന്റെ പോലീസ് സംഘവുമായി മനുദാസിന്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. ജയശങ്കറും സംഘവും പുറത്തേക്കിറങ്ങിയതും രമ്യ അവിടെ ജയശങ്കറെ കാണാനെത്തിയിരുന്നു. ജയശങ്കറുടെ ഭാര്യയെ വെട്ടിയതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന ജോഷി എന്ന ഗുണ്ടയുടെ ഭാര്യയാണ് രമ്യ. രമ്യ ജയശങ്കറോട് സാറ് വിചാരിച്ച ജോഷിയെ പുറത്തുവിടും എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. പണ്ട് പലവട്ടം രമ്യ അവിടെ വന്നിട്ടുള്ളതാണ്. ജയശങ്കർ സമ്മതിച്ചിട്ടില്ല. അന്നും ജയശങ്കർ രമ്യയോട് തട്ടിക്കയറി. ജയശങ്കറിന് നിവൃത്തികേടുകൊണ്ട സാറെ കുറച്ച് പണം തരട്ടെ എന്ന മട്ടിൽ വരെ രമ്യ ചോദിച്ചെങ്കിലും പെണ്ണായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ജയശങ്കർ വണ്ടിയിൽ കയറി. ഈ സമയമാണ് CPU രഘുവും വർഗീസും പുറത്തേക്ക് വരുന്നത്. ജയശങ്കറോട് വൈരാഗ്യമുള്ള രഘു വർഗീസിനടുക്കൽ പറഞ്ഞു, ഇതൊക്കെ അയാളുടെ വെറും ഷോയാ. ഇവളെ ഇപ്പോ അയാളുടെ പുതിയ വെപ്പാട്ടി, മറ്റേ ജയിലിൽ കിടക്കുന്ന ഗുണ്ടയുടെ ഭാര്യ. വർഗീസ് അതൊക്കെ കേട്ട് തലകുലുക്കിയിരുന്നു. വൈകാതെ CI ജയശങ്കർ മനുദാസിന്റെ വീട്ടിലെത്തി. മനുദാസിന്റെ അമ്മയും മറ്റുള്ളവരും അപേക്ഷിച്ചെങ്കിൽ പോലും മനുദാസിനെ ബലമായി അറസ്റ്റ് ചെയ്ത് ജയശങ്കർ അന്ന് കൊണ്ടുപോന്നു. മനുദാസ് എന്ന ജയശങ്കറെ രൂക്ഷമായൊന്ന് നോക്കുന്നുമുണ്ട്. ആ സംഭവത്തിന് ശേഷം 3-4 മാസമങ്ങ് കടന്നുപോയി. ചേപ്പനംതോട്ട വടക്കേ ക്ഷേത്രത്തിൽ കൊടി ഇറങ്ങുന്ന അന്ന് ക്ഷേത്രത്തിനോട് അടുത്ത പ്രദേശത്തായിരുന്നു ജയശങ്കർ താമസിക്കുന്ന വീട്. അതേ ദിവസം തന്നെയാണ് മനുദാസ് ജയിലിൽ നിന്നിറങ്ങുന്നത്. മനുദാസിനൊപ്പം അന്ന് മറ്റു കുറച്ചു പേരുകൂടി ജയിലിൽ നിന്നിറങ്ങുന്നുമുണ്ട്. കാർത്തികിനോട് ചെറിയൊരു ചൊരുക്കുള്ളതുകൊണ്ട് ജയശങ്കർ കാർത്തികിന് ഡബിൾ ഡ്യൂട്ടി അടക്കം നിർദ്ദേശിച്ച് ഉത്സവ ഡ്യൂട്ടി കിട്ടിയിരുന്നു. CPO വേണുവാണെങ്കിൽ അന്ന് കാർത്തികിനടുത്തെത്തി അത്യാവശ്യമായി ലീവ് ചോദിച്ചു പോവാൻ നോക്കുകയാണ്. ജയശങ്കറോടുള്ള തന്റെ കലിപ്പ് അന്ന് കാർത്തികിനടുക്കൽ ഒരു പരദൂഷണം പോലെ രഘു പറയുന്നുമുണ്ട്. രഘുവിന്റെ ആ പറച്ചിലിൽ രഘുവിന്റെ ഉദ്ദേശമൊക്കെ കാർത്തികിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ സാറ് പോകുന്നേ എന്ന് കാർത്തിക് ചോദിച്ചപ്പോ രഘു പോകുന്ന സ്ഥലം പറയുന്നതിൽ അല്പമൊന്ന് വിക്കി പറഞ്ഞു. ആദ്യം പാലക്കാട് പറഞ്ഞ് പെട്ടെന്നത് മാറ്റി മണിമലയെന്ന് പറയുകയായിരുന്നു. അന്ന് രാത്രി കാർത്തിക് ഉത്സവ പ്രദേശത്ത് ഡ്യൂട്ടിയിലായിരിക്കെ DYSP ഉദയഭാനു ജയശങ്കറിന്റെ വീട്ടിലുള്ളപ്പോ അങ്ങോട്ടേക്ക് കാർത്തികിനെ വിളിപ്പിച്ചു. DYSP ഉദയഭാനുവും CI ജയശങ്കറും ബാച്ച്മേറ്റ്സും പരിചയക്കാരും കൂട്ടുകാരുമാണ്. വെറുതെ ഒരേ സ്റ്റേഷനിലുള്ളവർ തമ്മിൽ ഈഗോ വേണ്ട, പ്രശ്നങ്ങളൊക്കെ ഇതോടെ അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉദയഭാനു കാർത്തികിനെ ജയശങ്കറുടെ വീട്ടിലേക്ക് തന്നെ വിളിച്ചു വരുത്തിയത്. ജയശങ്കറിന്റെ ഭാര്യയും കുട്ടിയും ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നുമില്ല. ASI വേണുവും അവിടെ ഉണ്ടായിരുന്നു. കാർത്തിക് എത്തിയപ്പോ കാർത്തിക് മട്ടുപ്പാവിലേക്ക് മദ്യപാന പരിപാടി നടക്കുന്നിടത്തേക്ക് കയറി ചെന്നു. ഉദയഭാനു അന്ന് മധ്യസ്ഥതയിൽ നിന്ന് അവരുടെ ഈഗോ പ്രശ്നങ്ങളും സ്റ്റേഷൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നോക്കിയെങ്കിലും ജയശങ്കറും കാർത്തികും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ നിന്നതുകൊണ്ട് പ്രശ്നപരിഹാരം നടന്നില്ല. അന്ന് ദേഷ്യത്തിലായിരുന്നു കാർത്തിക് അവിടെ നിന്ന് പോയതും. പിറ്റേന്ന് പുലർച്ചെ വൈഫിന്റെ വീട്ടിൽ നിന്ന് ജയശങ്കർ സ്വന്തം വീട്ടിലേക്ക് വന്നു. തലേ ദിവസത്തെ കുപ്പിയൊക്കെ ക്ലീൻ ചെയ്യാൻ മട്ടുപ്പാവിലേക്ക് കയറി. അപ്പോഴാണ് അയൽക്കാരൻ പ്രശാന്തും പ്ലംബറും കൂടി അങ്ങോട്ടേക്ക് വന്നത്. തലേ ദിവസം അവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. പണി തീർന്നില്ലേ എന്ന് ജയശങ്കർ ചോദിച്ചപ്പോ ഇല്ലെന്നും ഇന്നൂടെ ഉണ്ടെന്നും അയാൾ പറഞ്ഞു. തനിക്ക് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞപ്പോ അത് കുഴപ്പമില്ല സാറേ, പണി തീർത്ത് താക്കോല് പൂട്ടി ഞാൻ അവിടെ വെച്ചോളാം. ഇന്നലെ അങ്ങനെ ചെയ്തത്, ചേച്ചി അങ്ങനെ പറഞ്ഞേ എന്ന് പ്ലംബർ പറയുന്നുമുണ്ട്. പ്ലംബർ സജീവൻ വീടിനകത്ത് കയറി പണി സാധനങ്ങൾ തയ്യാറാക്കുമ്പോ പെട്ടെന്ന് വാർക്കമോളിൽ എന്തോ മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടു. ജയശങ്കറിന് വല്ലതും പറ്റിയൊന്ന് നോക്കാൻ സജീവൻ മട്ടുപ്പാവിലേക്ക് ഓടിക്കയറി ചെന്നു. പാനിക്കായി ജയശങ്കർ നിൽക്കുന്നുണ്ടായിരുന്നു. സജീവൻ നോക്കുമ്പോൾ കണ്ടത് മട്ടുപ്പാവിന് മുകളിൽ കൊന്ന ചാക്കിൽ കെട്ടിയ നിലയിലുള്ള രമ്യയുടെ മൃതശരീരമായിരുന്നു. ഭയന്ന് അലറി വിളിച്ചുകൊണ്ട് സജീവൻ അവിടെ നിന്നോടി. വൈകാതെ അയൽക്കാരൻ പ്രശാന്തും ആളുകളും ഓടിക്കൂടി. വിവരം സ്റ്റേഷനിലേക്കും DYSP ഉദയഭാനുവിനും പാസ് ചെയ്യപ്പെട്ടു. CIയുടെ വീട്ടിലാണ് മൃതശരീരം കണ്ടെത്തിയത്.
നടത്തിയത് എന്നുള്ളതുകൊണ്ട് കേസ് അന്വേഷിക്കുന്നത് SP ആയിരുന്നു. ആദ്യഘട്ട ഇൻവെസ്റ്റിഗേഷൻ കാർത്തികും ഉദയഭാനുവും കൂടി ആരംഭിച്ചു. ഉദയഭാനു കാർത്തികിനെ മാറ്റി നിർത്തി തലേന്ന് രാത്രി താൻ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം SP ചോദിച്ചാൽ പറയരുത് എന്ന് പ്രത്യേകം കാർത്തികിനോട് പറഞ്ഞു. SP ചോദിച്ചാൽ പറയേണ്ടി വരും എന്നായിരുന്നു കാർത്തികിന്റെ ഉറച്ച മറുപടി. ഉദയഭാനുവിന് അത് ചെറിയ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. വിവരമറിഞ്ഞ് വീട്ടിലില്ലാതിരുന്ന ജയശങ്കറിന്റെ ഭാര്യ സുനിതയും അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. രമ്യയുടെ മൃതശരീരം കണ്ട് സുനിത അലറി വിളിച്ചു. ഡോഗ് സ്ക്വാഡും മറ്റും വന്നിരുന്നു. SP എത്തി ഇൻക്വസ്റ്റും ആദ്യഘട്ട ചോദ്യ നടപടികളും ആരംഭിച്ചു. ആദ്യമേ തന്നെ ചോദ്യം ചെയ്തത് CI ജയശങ്കറെയായിരുന്നു. രമ്യയെ പരിചയമുണ്ടോ എന്നായിരുന്നു ചോദ്യം. രമ്യയെ പരിചയമുണ്ടെന്നും സുനിതയെ വെട്ടിയ കേസിലെ പ്രതിയുടെ ഭാര്യയാണ് എന്നും ജയശങ്കർ മറുപടി പറഞ്ഞു. നിങ്ങൾ കാണാറുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് 3 തവണ സ്റ്റേഷനിൽ വെച്ചും 1 തവണ പബ്ലിക് ലൈബ്രറിയുടെ പുറത്തു വെച്ചും പിന്നെ ഇന്നലെയും കണ്ടിട്ടുണ്ട് എന്ന് ജയശങ്കർ മറുപടി പറഞ്ഞു. ഇന്നലെ കണ്ടെന്നോ എന്നത് അവർക്കൊരു ഷോക്കിംഗ് ആയിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ DYSP തന്നെ ആവശ്യപ്പെട്ടു. ജയശങ്കർ കാര്യങ്ങൾ വിശദീകരിച്ചു. സാറേ എന്നുള്ള വിളി കേട്ട് മുറിയിൽ നിന്ന് ജയശങ്കർ വരുമ്പോൾ രമ്യ ലിവിംഗ് ഹാളിൽ നിൽക്കുകയായിരുന്നു. എന്നെ ഇറക്കി വിടരുത് സാറ്, ജോഷിയോട് ക്ഷമിക്കണം, അവനെ പുറത്തു വരാൻ അനുവദിക്കണം. എനിക്ക് ഒരു മോളുണ്ട്, പ്രേമിച്ചിറങ്ങി വന്നതാ ഞാൻ. ഏറെ നിസ്സഹായാവസ്ഥയൊക്കെ പറഞ്ഞ് രമ്യ ജയശങ്കറോട് അപേക്ഷിക്കുകയും പണം ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജയശങ്കർ പക്ഷെ കട്ടയ്ക്ക് നിന്നു. ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചവനോട് ക്ഷമിക്കുവാൻ ജയശങ്കർ തയ്യാറായിരുന്നില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമാണ് എന്നൊക്കെ ജയശങ്കർ പറയുന്നുണ്ട്. ആ സംസാരം തുടർന്നു നിൽക്കുകയായിരുന്നു. ജയശങ്കറുടെ ഭാര്യ സഹോദരൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഭാര്യയും മകളും വീട്ടിൽ പോവാൻ നിന്നപ്പോ ഭാര്യയുടെ ബാഗ് എടുക്കാൻ മറന്നുപോയിരുന്നു. മറന്നുവെച്ച ബാഗ് എടുക്കാനായിരുന്നു അവൻ കയറി വന്നത്. രമ്യയെ കണ്ട് ഒരു നോട്ടം നോക്കി ബാഗും എടുത്ത് അവൻ പുറത്തേക്ക് പോയി. ജയശങ്കറും പുറത്തു വന്ന് ഒരു വല്ലായ്മയിൽ അവരെ യാത്ര പറഞ്ഞയച്ചു. തിരികെ എത്തിയ ജയശങ്കറോട് പണം വെച്ചു നീട്ടിക്കൊണ്ട് ജോഷി ആരോടും പറയരുതെന്ന് പറഞ്ഞ് ജയിലിൽ വെച്ച് എന്നോട് രഹസ്യം പറഞ്ഞു. ഞാനത് സാറിനോട് മാത്രം പറയാം എന്നൊക്കെ രമ്യ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവളുടെ തന്ത്രം മാത്രമായേ ജയശങ്കർ നോക്കിക്കണ്ടുള്ളൂ. രമ്യയെ ജയശങ്കർ വീട്ടിൽ നിന്ന് പുറത്താക്കി. അന്ന് കരഞ്ഞുകൊണ്ട് രമ്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ജയശങ്കർ അത്രയും പറഞ്ഞതും SP ചോദിച്ചു. ഇറങ്ങിപ്പോവായിരുന്നോ, നിങ്ങളതോ കൊണ്ടുവന്നാക്കിയോ? കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവായിരുന്നു സാർ. ഒരു 4:30-5 മണിയായി കാണും. പിന്നെ അവള് തിരിച്ചു വന്നോ? ഇല്ല സാർ. പിന്നാലെ ചോദ്യം ചെയ്യൽ സജീവനിലേക്കും പ്രശാന്തിലേക്കും തിരിഞ്ഞു. ആ സ്ത്രീയെ കണ്ടിട്ടുണ്ടോ എന്ന് പ്രശാന്തിനോട് ചോദിച്ചപ്പോ ഞാൻ കണ്ടിരുന്നു സാർ. ഇന്നലെ വൈകിട്ട് ഒരു 6-6:30 മണിക്ക് ജയശങ്കർ സാറിന്റെ വീടിന് മുമ്പിൽ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് പ്രശാന്ത് പറഞ്ഞു. കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു എന്നും പ്രശാന്ത് വ്യക്തമാക്കി. ഉടൻ ജയശങ്കർ പറഞ്ഞു, ഇല്ല സാർ, വേറെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല, അവൾ ഒറ്റയ്ക്കാ വന്നത്. മൊഴി വ്യത്യാസം SPയെ കൺഫ്യൂഷനിലാക്കി. ജയശങ്കർ പറഞ്ഞത് 4:30 പോയെന്നാണ്. പ്രശാന്ത് പറയുന്നു 6:30 വീടിന് മുമ്പിൽ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കണ്ടെന്നും. ജയശങ്കർ ആ സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും മെർച്ചന്റ് നേവിയിലുള്ള സുഹൃത്തിന്റെ അടുത്ത് നിന്ന് 2 ബോട്ടിൽ സംഘടിപ്പിക്കാൻ പോയെന്നും 8:30 തിരിച്ചു വന്നത് എന്നും ജയശങ്കർ പറഞ്ഞു. ഇന്നലെ രാത്രി ജയശങ്കർ മദ്യപിച്ചിരുന്നു. SPയുടെ അടുത്ത ചോദ്യത്തിന് ഉത്സവമൊക്കെ ആയതുകൊണ്ട് മദ്യപിച്ചിരുന്നു സാർ എന്ന് ജയശങ്കർ മറുപടി പറഞ്ഞു. ചോദ്യം അടുത്തത് സുനിതയ്ക്ക് നേരെ ഉദയഭാനു ഉടൻ ചോദിച്ചു. രമ്യയെപ്പറ്റി സുനിതയോട് ജയശങ്കർ പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഇന്നലെ പറഞ്ഞെന്ന് സുനിത പറഞ്ഞപ്പോ ഇന്നലെയോ എന്ന് ഞെട്ടലോടെ ഉദയഭാനു തിരക്കി. അതെ സാർ, ഇന്നലെ രാത്രി വീട്ടിൽ വന്നിരുന്നു. അപ്പോ പറഞ്ഞതാ. ജയശങ്കർ രാത്രിയിൽ സുനിതയുടെ വീട്ടിലേക്കും പോയിരുന്നു എന്നത് ഉദയഭാനുവിനെ അത്ഭുതപ്പെടുത്തിയിരുന്നു. മദ്യപിച്ച് അവരൊന്നിച്ചാണല്ലോ പിരിഞ്ഞത്. ശേഷം ജയശങ്കർ സുനിതയുടെ വീട്ടിൽ പോയിരിക്കുന്നു. വന്നപ്പോ എന്തെങ്കിലും അസ്വസ്ഥതയോടെ ജയശങ്കർ കാണപ്പെട്ടിരുന്നോ എന്ന് ഉദയഭാനു തിരക്കി. നടന്ന കാര്യങ്ങൾ സുനിത ഓർത്തു പറഞ്ഞു. വരില്ലെന്ന് പറഞ്ഞിട്ടും രാത്രി വൈകി സുനിതയുടെ വീട്ടിലേക്ക് ജയശങ്കർ ചെന്നിരുന്നു. ചെല്ലുമ്പോ കുറച്ച് അസ്വസ്ഥനായിരുന്നു. എന്താ കാര്യമെന്ന് സുനിത എടുത്തു ചോദിച്ചപ്പോ അവിടെ SP പറഞ്ഞ അതേ കാര്യങ്ങൾ രമ്യയെപ്പറ്റി സുനിതയ്ക്കടുത്തും ജയശങ്കർ പറഞ്ഞു. അമ്പലത്തിലേക്കുള്ള പ്രധാന വഴിയിലല്ലാത്തതുകൊണ്ട് അവിടെ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. ഫോറൻസിക്കിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും റിപ്പോർട്ടിൽ നിന്ന് കാര്യമായൊന്നും ലഭിച്ചതുമില്ല. ചുറ്റുഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ സംശയാസ്പദമായി ഒന്നും കണ്ടെടുക്കാനും സാധിച്ചില്ല. അതോടെ കേസാകെ കുഴഞ്ഞു മറിഞ്ഞു. അതിനോടകം പോലീസുകാരന്റെ പേരിലുള്ള കേസായതുകൊണ്ട് തന്നെ പുറത്ത് പ്രതിഷേധവും മറ്റു കാര്യങ്ങളും കനത്തിരുന്നു. കൊളീഗാണെങ്കിലും ജയശങ്കറെ സപ്പോർട്ട് ചെയ്തു നിർത്താൻ സാധിക്കില്ല എന്ന് SP ഉദയഭാനുവിനോട് തീർത്തു പറഞ്ഞിരുന്നു. പോലീസിന് മേൽ പ്രഷർ വർദ്ധിച്ചപ്പോ ജയശങ്കർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഏറെ സന്തോഷത്തിലും താല്പര്യത്തിലും ജയശങ്കറെ വിലങ്ങുവെച്ചത് പോലീസ് കോൺസ്റ്റബിൾ രഘു തന്നെയായിരുന്നു. വൈകാതെ ജയശങ്കർ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. പക്ഷേ പോലീസ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് തന്നെ ജയശങ്കർ കേസന്വേഷണത്തെയും സാക്ഷികളെയും അടക്കം സ്വാധീനിച്ചേക്കാം എന്ന വാദം നിരത്തി അഡ്വക്കേറ്റ് കോടതിക്ക് മുമ്പിൽ
വാദിച്ചപ്പോ കോടതിയും അത് ശരിവെച്ച് ജയശങ്കറിന് ജാമ്യം നിഷേധിക്കുകയാണ്. ജയശങ്കർ ജയിലിലേക്ക് അയക്കപ്പെട്ടു. 14 ദിവസം റിമാൻഡ് ചെയ്യപ്പെട്ടു. രമ്യയുമായി ജയശങ്കറിന് ബന്ധമുണ്ട് എന്ന പോലീസ് കോൺസ്റ്റബിൾ രഘുവിന്റെ മൊഴിയും പ്രശാന്തിന്റെയും സജീവന്റെയും സാക്ഷിമൊഴികളും ജയശങ്കറിന് തന്റെ ഭാര്യയെ വെട്ടിയ സുനിതയോട് വൈരാഗ്യമുണ്ടായിരിക്കാം എന്നുള്ള മോട്ടീവും ഒക്കെ തന്നെയും കോടതിക്ക് തെളിവുകളായി പരിഗണിക്കാവുന്നതും ജാമ്യം നിഷേധിക്കാൻ തക്കവണ്ണം വാല്യൂ ഉള്ളതുമായിരുന്നു. ജയിലിൽ ജയശങ്കർ നിശബ്ദനായി ആദ്യത്തെ കുറച്ചു ദിവസം കടന്നുപോയി. അങ്ങനെയിരിക്കെ മറുവശത്ത് കാർത്തിക തന്റെ അമ്മയെ കൊണ്ട് കൊച്ചച്ഛന്റെ വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു. കാർത്തികിന്റെ കൊച്ചച്ഛൻ ഹോം മിനിസ്റ്ററായ ടി.കെ. രാഘവനാണ്. ജയശങ്കറുടെ കേസ് ഉദയഭാനു ആണല്ലോ അന്വേഷിക്കുന്നത്. ഉദയഭാനുവാണെങ്കിൽ ജയശങ്കറുടെ ബാച്ച്മേറ്റും കൂട്ടുകാരനും. അതുകൊണ്ട് അതിൽ സത്യസന്ധമായ അന്വേഷണം നടക്കില്ല എന്ന് എസ്.പി. ചിന്തിച്ചിരുന്നു. ഓൾറെഡി ആഭ്യന്തര വകുപ്പിനുമേൽ കുറെ പ്രശ്നങ്ങളുള്ളതാണ്. കേസ് സത്യസന്ധമായി അന്വേഷിക്കാൻ ഹോം മിനിസ്റ്റർ നേരിട്ട് തന്റെ ബന്ധു കൂടിയായ കാർത്തികിനെ നിയോഗിക്കുന്നു. സിഐയുടെ കേസ് എസ്.പിയോ ഡിവൈഎസ്പിയോ മുതിർന്ന ഉദ്യോഗസ്ഥരോ അന്വേഷിക്കണ്ടേ എന്ന് കാർത്തിക് ചോദിച്ചപ്പോ പേപ്പറിലൊക്കെ എസ്.പിയുടെ പേരായിരിക്കുമെന്നും അന്വേഷണം നടത്തുന്നത് നീയായിരിക്കേയുള്ളൂ എന്നും ഹോം മിനിസ്റ്റർ പറഞ്ഞു. പിന്നെ കേസിന്റെ വിവരങ്ങൾ നീ ഉദയഭാനുവിന് റിപ്പോർട്ട് ചെയ്യേണ്ടെന്നും എസ്.പിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി എന്നും ഹോം മിനിസ്റ്റർ സൂചിപ്പിക്കുന്നുണ്ട്. കാർത്തികും ഒരു ചലഞ്ചായി കേസ് ഏറ്റെടുക്കുകയാണ്. കേസ് ഫയൽ ചോദിക്കാൻ കാർത്തിക് ഉദയഭാനുവിന്റെ മുമ്പിലെത്തിയപ്പോ ബന്ധം വെച്ച് കാർത്തിക് തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി. കേസ് അന്വേഷിക്കുന്നതിലുള്ള തന്റെ എതിർപ്പും രോഷവുമൊക്കെ ഉദയഭാനു കാർത്തികിനോട് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ സുപ്പീരിയർ ഓർഡർ ആയതിനാൽ ഉദയഭാനുവിനും ഒന്നും പറ്റില്ലായിരുന്നു. കാർത്തിക് കേസന്വേഷണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ രമ്യയുടെ അയൽക്കാരിയുടെ അടുത്ത് രമ്യയെപ്പറ്റിയും രമ്യയുടെ കുടുംബത്തെ പറ്റിയുമായിരുന്നു കാർത്തിക് അന്വേഷിച്ചത്. രമ്യയുടെ കുടുംബവുമായി ജോഷി അത്ര അടുപ്പത്തിലായിരുന്നില്ലെന്നും ജോഷിക്ക് അവരോട് ദേഷ്യമായിരുന്നെന്നും അയൽക്കാരിയിൽ നിന്ന് കാർത്തിക് അറിഞ്ഞു. രമ്യയ്ക്ക് 14 വയസ്സ് മൂത്ത ഒരു സഹോദരൻ മാത്രമാണ് വേറെയുള്ളത്. ജയശങ്കർ സാറിനെ പോലെ രമ്യയ്ക്ക് പോലീസിൽ വേറെ ആരെങ്കിലും അറിയുമോ എന്നായി കാർത്തികിന്റെ അടുത്ത ചോദ്യം. പേരറിയില്ല സാറേ. ഒരിക്കൽ ഒരു പോലീസുകാരൻ അവളെ വീട്ടിലിറക്കി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ആ പോലീസുകാരന്റെ ഭാര്യ അവളെ കാണാൻ വേണ്ടി വന്നിരുന്നു. കുറെ നേരം സംസാരിച്ചു. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ചോദിച്ചെങ്കിലും അവളൊന്നും പറഞ്ഞില്ല. ഞാൻ അറിയാൻ പാടില്ലാത്ത കൊണ്ടായിരിക്കും എന്ന അയൽക്കാരി കാർത്തികിന് മറുപടി പറഞ്ഞു. ജയിലിലായിരുന്ന ജയശങ്കർ ആകട്ടെ അന്ന് നടന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. പ്ലംബറിനോടും പ്രശാന്തിനോടും പറഞ്ഞു തിരിഞ്ഞ ജയശങ്കർ അപ്പോഴാണ് ചാക്കുകെട്ട് വീടിന് മുകളിൽ കാണുന്നത്. എന്താണെന്ന് നോക്കുവാൻ ജയശങ്കർ അത് തുറന്നു നോക്കി. രമ്യയുടെ മൃതശരീരം കണ്ടതും ഞെട്ടിഭയന്ന് ഒന്ന് പിന്നിലേക്ക് നീങ്ങിയ ജയശങ്കർ പിന്നിലിരുന്ന് ചെടിച്ചട്ടി സ്റ്റാൻഡ് തട്ടിമറിക്കുകയായിരുന്നു. ഓർമ്മയിൽ നിന്നുണർന്ന ജയശങ്കർ മുഖം കഴുകാനൊന്ന് പുറത്തേക്കിറങ്ങി. ആ സമയം അവിടുത്തെ ജയിലന്തേവാസികൾ പെണ്ണുകേസിൽ പെടുന്നവന് ആരായാലും ജയിലിൽ നിന്ന് അടികിട്ടും എന്ന് പറഞ്ഞു വരികയാണ്. അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ അരങ്ങേറി. ജയശങ്കർ ഏവരെയും ഇടിച്ചിട്ടു. പക്ഷെ അപ്പോഴാണ് ഒരാൾ ജയശങ്കറുടെ പള്ളയ്ക്ക് കുത്തുന്നത്. അത് രമ്യയുടെ ഭർത്താവ് ജയിലിലുണ്ടായിരുന്ന ജോഷിയായിരുന്നു. രമ്യയ്ക്കൊപ്പം വന്ന മകൾ അന്നു മുതൽ കാണാതായിരിക്കുകയാണ്. എന്റെ മോൾ എവിടെടാ എന്ന് ചോദിച്ചായിരുന്നു ജോഷി അത് ചെയ്തത്. അപ്പോഴേക്കും ജയിലിലെ പോലീസ് എത്തി ഏവരെയും പിടിച്ചു മാറ്റിയിരുന്നു. ജയശങ്കർ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. അധികം വൈകാതെയാണ് ജോഷിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി കാർത്തിക് ജയിലിലേക്ക് എത്തുന്നത്. ജയശങ്കറെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി താൻ കുത്തിയതാണെന്നും എന്റെ ഭാര്യയെ അവൻ കൊന്നു, മോളെ അവൻ എന്താ ചെയ്തെന്നറിയില്ല, പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാവളെ സാറേ, നന്നായി ജീവിക്കാൻ ഒക്കെ തീർന്നില്ലേ എന്നവൻ അസ്വസ്ഥനായി. കാർത്തിക് ചോദിച്ചു, ഒരു സ്ത്രീയെ വെട്ടിക്കൊന്നാലും നന്നായി ജീവിക്കാൻ പറ്റൂടാ? ഞാൻ വന്നത് നീ ജയശങ്കർ സാറിനെ കുത്തിയ കാര്യം അന്വേഷിക്കാനല്ല, രമ്യയുടെ കൊലപാതക കേസ് അന്വേഷിക്കാനാ. അത് കേട്ടതും ജോഷി ദേഷ്യപ്പെട്ടു. രമ്യയെ കൊന്നത് ജയശങ്കർ അല്ലെന്ന് സാറിന് തോന്നുന്നുണ്ടാകും, പക്ഷേ എനിക്കത് ഈ സംശയമൊന്നുമില്ല. തോന്നലല്ലോ ജോഷി, ഇതിനൊക്കെ ഒരു തീർപ്പ് വേണ്ടേ എന്ന് കാർത്തിക് ചോദിച്ചു. പിന്നാലെ കാർത്തികിന്റെ അടുത്ത ചോദ്യവും ചെന്നു. ജയശങ്കർ സാറെ കൊന്നെന്ന് ജോഷി വിശ്വസിക്കാൻ എന്താ ഇത്ര ഉറച്ച കാരണം? അപ്പോഴാണ് കാർത്തിക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ജയശങ്കറുടെ വീട്ടിലേക്ക് രമ്യ പോകുമ്പോ ഓട്ടോയിൽ പോകുമ്പോ ജോഷി ജയിലിൽ നിന്ന് രമ്യ വിളിച്ചിരുന്നു. ആ സമയം ജയശങ്കർ വിളിച്ചിട്ടാണ് താൻ പോകുന്നത് എന്ന് രമ്യ ജോഷിയോട് പറയുകയും ചെയ്തിരുന്നു. നേരത്തെ ദേഷ്യപ്പെട്ട് എന്നെ പറഞ്ഞയച്ചതാണെന്നും ഇപ്പോ ചിലപ്പോ കുറ്റബോധം തോന്നി തിരിച്ചു വിളിക്കുന്നതായിരിക്കും, കാര്യം നടന്നേക്കുമെന്നും രമ്യ പ്രത്യാശയോടെ അന്ന് ജോഷിയോട് പറഞ്ഞിരുന്നു. മനാഫിന്റെ ഓട്ടോയിലാണോ രമ്യ പോകുന്നത് എന്ന് ജോഷി അപ്പോ ചോദിച്ചു. അല്ലെന്നും ജയശങ്കർ സാർ പറഞ്ഞയച്ച ഓട്ടോവാണെന്നും സിൻഡോ എന്ന ഓട്ടോക്കാരന്റെ പേരെന്നും രമ്യ ആ സമയം പറയുന്നുണ്ടായിരുന്നു. ഓട്ടോക്കാരൻ തന്റെ പേര് രമ്യയോട് പറഞ്ഞില്ലായിരുന്നെങ്കിലും കോള് വന്നപ്പോ എതിർവശത്തെയുള്ളയാൾ പറഞ്ഞ പേരിൽ നിന്നുമായിരുന്നു സിൻഡോ എന്ന പേര് രമ്യ മനസ്സിലാക്കിയതും. ഓട്ടോക്കാരനും രമ്യയും തമ്മിലുള്ള ആ സംസാരം ജോഷി അന്ന് കേൾക്കുകയും ചെയ്തിരുന്നു. അത് മുഴുവൻ ജോഷി കാർത്തികിനോട് പറഞ്ഞു. പക്ഷേ അതിൽ കാർത്തികിനൊരു സംശയം വന്നു. ഓട്ടോയിൽ ജയശങ്കറുടെ വീട്ടിലേക്ക് രമ്യ പോയതൊക്കെ ഉദയഭാനു രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സിൻഡോ എന്ന പേര് ഡിവൈഎസ്പി ഉദയഭാനു രേഖപ്പെടുത്തിയിട്ടില്ല. ജോഷിയാണെങ്കിൽ താൻ ഈ പറഞ്ഞ മൊഴി ഇതേപോലെ ഉദയഭാനു സാറിനോടും പറഞ്ഞതാണ് എന്ന് തറപ്പിച്ചു പറയുന്നുമുണ്ട്. ആര് പറഞ്ഞിട്ടാ ജോഷി നീ ജയശങ്കർ സാറിന്റെ ഭാര്യ വെട്ടിയത് എന്ന് കാർത്തിക് ചോദിച്ചപ്പോ
പെട്ടെന്ന് ജോഷി എന്തോ പറയാൻ വന്നു. പിന്നാലെ അത് മാറ്റി അത് ഞാൻ പറഞ്ഞല്ലോ ആളുമാറ് വെട്ടിയതാണ് എന്ന് പറഞ്ഞ് അവൻ നിന്നു. ജോഷി അതോടെ ചിരിയോടെ കാർത്തിക് പറഞ്ഞയച്ചു. കുത്തേറ്റ് ജയശങ്കർ ആശുപത്രിയിലായതുകൊണ്ട് ആ സിറ്റുവേഷൻ വെച്ച് ജയശങ്കറിന് ജാമ്യം ലഭിച്ചു. ജയശങ്കർ ഭാര്യ വീട്ടിലേക്കായിരുന്നു പോയത്. കുറച്ചു ദിവസത്തേക്ക് തനിച്ച് തന്റെ വീട്ടിൽ പോയി ഒന്ന് നിൽക്കണം എന്ന് ജയശങ്കർ പറഞ്ഞപ്പോ താനും കൂടെ വരുമെന്ന് ഭാര്യ പറഞ്ഞു. വേണ്ടെന്നും എനിക്ക് സ്വസ്ഥമായിട്ട് കുറച്ചൊന്ന് ആലോചിക്കണം എന്നും ജയശങ്കർ അപ്പോ പറയുന്നുണ്ട്. ഇതിനിടയിൽ ജയശങ്കറിന്റെ പുരയിടത്തിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ച ഒരാളെ നാട്ടുകാർ പിടികൂടി തല്ലിച്ചതച്ച് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. കാർത്തിക് സ്റ്റേഷനിലെത്തി അയാളെ ചോദ്യം ചെയ്തു. തന്റെ പേര് അല്ലപ്പൻ ചന്ദനത്തോപ്പെന്നാണെന്നും താനൊരു സ്ക്രീൻ പ്ലേ റൈറ്ററാണ് എന്നും പറഞ്ഞ അയാൾ നേരിട്ട് കേസ് നടന്നിടത്ത് പോയി അന്വേഷിച്ച് സ്ക്രീൻ പ്ലേ എഴുതാൻ വേണ്ടിയ ജയശങ്കറിന്റെ വീട്ടിൽ പോയത് എന്നും അയാൾ വ്യക്തമാക്കി. അന്ന് കാർത്തികിനോട് സംസാരിക്കുമ്പോ തന്റെ ഒരു ഊഹവും അയാൾ കാർത്തികിനോട് പറയുന്നുണ്ട്. ഈ കേസിൽ സാറ് ശ്രദ്ധിക്കാത്ത ഒരാളുണ്ട്. ജയശങ്കറിന്റെ ഭാര്യ സുനിത. ജയശങ്കറും രമ്യയും തമ്മിൽ ബന്ധമുണ്ട് എന്നാരെങ്കിലും അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉത്സവ ദിവസമായിട്ട് അന്ന് അവർ അവരുടെ വീട്ടിലേക്ക് പോവോ അന്ന് തന്നെ കൊലപാതകം നടന്നത്. യാദൃച്ഛികമായി വീട്ടിലെത്തിയ രമ്യയെ അവർ കൊലപ്പെടുത്തി ഡിസ്പോസ് ചെയ്യുവാൻ വേണ്ടി മട്ടുപാവിൽ ചാക്കിൽ കെട്ടിവെച്ചു. ജയശങ്കർ പിന്നീട് ഇത് അറിഞ്ഞപ്പോ അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതാണെങ്കിലോ ബാക്കി എന്റെ സ്ക്രിപ്റ്റിലുണ്ട്, സാറിന് വായിച്ചാൽ മനസ്സിലാവും. എന്നെങ്കിലും ഈ കേസ് തെളിയുമ്പോ സാറ് നോക്കിക്കോ പ്രതി സുനിതയായിരിക്കും. അയാളുടെ പറച്ചിലൊക്കെ കാർത്തിക് ഒരു ചിരിയോടെയാണ് കേട്ടത്. അയാളെ കാർത്തിക് പറഞ്ഞുവിടുകയും ചെയ്തു. ജയശങ്കർ ആശുപത്രിയിൽ നിന്ന് പോന്ന അതേ ദിവസം രാത്രി അത്രനാളും മറിഞ്ഞിരുന്ന രാവണൻ വീണ്ടും വെളിച്ചത്തു വന്നു. അയാൾ ഒരു പ്രവൃത്തി ചെയ്തു. ജയശങ്കറിന്റെ ബൈക്ക് വീടിന് മുമ്പിലിട്ട് തീ കൊളുത്തി. അന്വേഷിക്കാനെത്തിയ കാർത്തികിന് ജയശങ്കറിന്റെ വീടിന്റെ വാതിലിൽ വെച്ചിരുന്ന ഒരു കല്യാണക്കുറി ലഭിച്ചു. അതിന്റെ പുറകിൽ ഒരു പെൺകുട്ടിയുടെ രൂപം വരച്ചു വെച്ചിരുന്നു. എഴുത്തൊക്കെ പറിച്ചു കളഞ്ഞിരുന്ന ഒരു കല്യാണക്കുറിയായിരുന്നു അത്. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.